ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ MTB ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയൊരു MTB ബൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ബോക്സ്. പാക്കിംഗ് ഒക്കെ നൈസാണ്, ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബൈക്ക്. ഈ കവേഴ്സും ടാഗും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ആകെ ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് വീലും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറും പിന്നെ പെഡൽസാണ് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതും. ബാക്കി 90% ഓൾറെഡി ഫിറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ പെഡൽസും ഹാൻഡിൽ ബാറും അതുപോലെ തന്നെ ഫ്രണ്ട് വീലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബൈക്കിൻ്റെ ഫൈനൽ ലുക്ക്. ബൈക്ക് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. Omobikesൻ്റെ 21 സ്പീഡ് MTB ബൈക്കാണ്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഡാർക്ക് ഗ്രീൻ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് റിവ്യൂ വീഡിയോയിലോട്ട് പോകും. ബൈക്ക് വാങ്ങിച്ചിട്ട് ഒരു 150 കിലോമീറ്റർ റൈഡ് ചെയ്തതിൻ്റെ ഒരു ബേസിലുള്ള ചെറിയൊരു റിവ്യൂ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം പൊന്നാനി ബീച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഫ്രെയിമിൽ നിന്ന് തുടങ്ങാം. 6061ൻ്റെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു കിടിലൻ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല അട്രാക്റ്റീവാണ്. ഫോർക്ക് സസ്പെൻഷൻ വിത്ത് 50 mm ലോക്കൗട്ട് ചെയ്യാവുന്ന ഫോർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിങ്ങിലോട്ട് വരുമ്പോൾ ജാക്ക് 7ൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും വന്നിരിക്കുന്നത്. ബ്രേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, അടിപൊളിയാണ്. ഗിയേഴ്സിലോട്ട് വരുമ്പോൾ 21 സ്പീഡ് ഗിയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഷിമാനോ അസേര M360യുടെ 7 സ്പീഡും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഷിമാനോ ടൂറിന് TY 700ൻ്റെ 3 സ്പീഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷിഫ്റ്റിംഗ് ഒക്കെ കുഴപ്പമില്ല, സ്മൂത്താണ്. ഷിമാനോ ആൾട്ടസ് EF 500ൻ്റെ ഷിഫ്റ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീൽസ് ഡബിൾ വാൾ അലോയ് വീൽസ് ആണ്. കൂടാതെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്വിക്ക് റിലീസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും വീൽസ് ഒക്കെ. ബൈക്കിന്റെ ലുക്ക് നൈസാണ്. ഡാർക്ക് ഗ്രീൻ കളർ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ബൈക്കിന്. ഇതുവരെയുള്ള റൈഡിങ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്. Omobikesന്റെ വെബ്സൈറ്റിൽ ഈ ബൈക്ക് അവൈലബിൾ ആണ്. വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.